വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാല മുത്തോലിയിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ വെളിയത്ത് മോട്ടേഴ്സിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ച് ആയിട്ടുള്ള രണ്ട് വണ്ടികൾ ഇരിപ്പുണ്ട്. ഇൻ്റർസെപ്റ്റർ BR 650 അതുപോലെ ഗോവൻ ക്ലാസിക് 350. അപ്പോൾ ഈ വണ്ടികളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്ന് ഒന്ന് നോക്കാം. ഇൻ്റർസെപ്റ്റർ BR 650യുടെ ഫ്രണ്ട് പോർഷൻ ലുക്കിൽ തന്നെ നോക്കുമ്പോൾ എടുത്ത് കാണാൻ സാധിക്കുന്നത് ഈ അപ്പ് സൈഡ് ഡൗൺ സൈഡ് ഗോൾഡൻ കളറുള്ള ഷോവയുടെ ഷോക്ക് അബ്സറാണ് കേട്ടോ. ഇതൊരു 43 mm ഷോക്ക് അബ്സറാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ പ്രധാന അട്രാക്ഷൻ. പിന്നെ ഡ്യുവൽ ചേമ്പർ ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ളിൽ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ലോഗോ 6 കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലെയും ഹെഡ്ലൈറ്റൊക്കെ ഏകദേശം സിമിലറൊക്കെ തന്നെയാണ്. ഹെഡ്ലൈറ്റ് മാത്രമല്ല, എഞ്ചിനും ഏറെക്കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റോയൽ എൻഫീൽഡ് പാചകം തുടരുകയാണെന്ന്. അവരുടെ കയ്യിൽ 650, 350, 450 അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വെച്ച് പല പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു പല പല പാചകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പല പല വിഭവങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഐറ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ കൊണ്ടതേ ഉള്ളൂ. ഗർലയും അതുപോലെ ഹിമാലയനും. ഇപ്പോൾ ഹിമാലയൻ ഒരു വറുത്തരത്ത ബീഫ് കറിയാണെങ്കിൽ ഗർല ഒരു ബീഫ് ഫ്രൈ ആണ്. അടുത്ത ദിവസം നമ്മൾ ഗർലയുടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് റിവ്യൂ ചെയ്യാൻ വന്നപ്പോൾ വണ്ടി പോയി, ആ വണ്ടി ഓട്ടം പോയി ഗൈസ്. അതുകൊണ്ട് നമുക്കതൊന്നും കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ കുറേ LED ബൾബുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര LED ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. ആ ഒരു ഹിമാലയനിലാണെങ്കിലും സിംഗിളായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരു 1, 2, 3, 4, 5, 6 എനിക്ക് തോന്നുന്നു ഒരു 11 LED എങ്കിലും ഉണ്ട്. അത് തെളിക്കുമ്പോഴാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് തെളിയുന്ന കാണാൻ അല്ല കിടിലൻ ഒരു LED ഇൻഡിക്കേറ്റർ സെറ്റപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക് ലിവർ, ക്രോം ഫിനിഷിംഗ് ഉള്ള ബ്രേക്ക് ലിവർ, അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇവിടെയാണ് കേട്ടോ. ഇവിടെ പിടിച്ചിങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ക്ലച്ച് ലിവറും ക്രോം ഫിനിഷിങ്ങിലാണ്, അതും ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലിവേഴ്സാണ് കേട്ടോ. നല്ല സ്ട്രോങ് ബിൽഡായിട്ടുള്ള, നമുക്ക് പിടിക്കാൻ മാത്രമുള്ള ലിവറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു സൈഡിലാണ്, ഫ്രണ്ടിലായിട്ടാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അതിങ്ങനെ തുറന്ന് നമുക്ക് USB അല്ല കേട്ടോ, C ടൈപ്പ് ആണ് കേട്ടോ. C ടൈപ്പ് ചാർജിങ് പോർട്ടാണ് കേട്ടോ. C2C ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ മീറ്റർ കൺസോളും കാര്യങ്ങളും വരുന്നത്. ഈ ഒരു സൈഡ് പോർഷൻ ലുക്കിലാണെങ്കിലും എടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോവേഡ് അപ്പ് സൈഡ് ഡൗൺ സൈഡ് ഗോൾഡൻ കളറുള്ള ഈ ഒരു ഷോക്ക് അബ്സർ തന്നെയാണ്. ഡ്യുവൽ പർപ്പസ് ആയിട്ടുള്ള ടയറാണ്. 19 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 320 mm ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഓൾ പർപ്പസ് ടയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറി തുള്ളിച്ചാടി പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ വണ്ടീനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ടാങ്കിലാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ ഒരു 3D ബാഡ്ജിങ് വിത്ത് ക്രോം ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ ഇൻ്റർസെപ്റ്ററിൽ കണ്ടിരുന്ന ആ ഒരു സെയിം ടാങ്കും സെറ്റപ്പും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 13.6 ലിറ്ററാണ് ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. വണ്ടിയുടെ മൈലേജ് കമ്പനി ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 24 കിലോമീറ്ററൊക്കെയാണ്. ഒരു 650 cc ബൈക്കിന് കിട്ടാവുന്നതിൽ വെച്ച് മികച്ച മൈലേജ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് എടുത്ത് കാണാൻ പറ്റുന്നത് 2-in-1 എക്സോസ്റ്റ് സിസ്റ്റമാണ്. ഇതൊരു ടിൻ സിലിണ്ടർ വാഹനം ആയതുകൊണ്ട് തന്നെ 2 പൈപ്പ് പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ അത് വന്നിട്ട് ഒറ്റ സിംഗിൾ എക്സോസ്റ്റിലേക്ക് പോവുകയാണ്. ഇൻ്റർസെപ്റ്ററിലായിരുന്നെങ്കിൽ 2 സൈലൻസർ ആയിരുന്നു അപ്പുറം ഇപ്പുറയും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ ഒറ്റ സൈലൻസർ ഉള്ളൂ. ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കാറ്റലിറ്റിക് കൺവെർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു കൊച്ചു സൈലൻസർ സെറ്റപ്പിലോട്ടാണ് പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഏതാ പറയുക, നമ്മുടെ ഹണ്ടറിലൊക്കെ കണ്ടിരുന്ന ഒരു കൊച്ചു സൈലൻസർ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒരു ഷേപ്പ് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ റൈഡർ ഫുഡ് ബക്ക് വരുന്നത്. ഇതിൽ റബ്ബർ ബീഡിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക് പമ്പിന് ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ ഹിമാലയനൊക്കെ ബ്രേക്ക് പമ്പിന് പ്രൊട്ടക്ഷൻ ഇല്ലാന്നൊക്കെ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് അത് കൊടുത്തിട്ടുണ്ട്. വെൽ ക്രാഫ്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇൻ്റർസെപ്റ്റർ BR 650 എന്നൊരു സ്റ്റിക്കറും കാര്യങ്ങളും ഈ സൈഡിൽ കാണാം. ഇവിടെയാണ് നമ്മുടെ യൂട്ടിലിറ്റി ബോക്സ് തുറക്കാനുള്ള ഒരു കീ ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ബാക്കിലെ സസ്പെൻഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ടിൻ സസ്പെൻഷനാണ് വരുന്നത്, മോണയൊന്നുമല്ല. പിന്നെ 270 mm ഡിസ്ക് ബ്രേക്ക് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടി. ഈ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിലെ ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 ഇഞ്ചാണ്. ഡ്യുവൽ പർപ്പസ് ടയർ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഫ്രെയിം വരുന്നത് സ്റ്റീൽ ട്യൂബുലാർ ഡബിൾ കാർഡിൽ ഫ്രെയിം ആണ് വരുന്നത്. നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ സെയിം ഫ്രെയിമിലും അതേ എഞ്ചിനിലൊക്കെ തന്നെയാണ് ഈ വണ്ടി വരുന്നത് കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 216 കിലോ ആണ് കേട്ടോ. ഈ വണ്ടി എടുത്തൊന്ന് നീക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടും. നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ വണ്ടിക്ക്. 184 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 830 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. നമുക്ക് കയറി വന്ന കാലൊക്കെ നിലത്ത് കുത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ തന്നെ LED ഇൻഡിക്കേറ്റർ, ഫ്രണ്ടിൽ കണ്ട അതേ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ LED ടൈലൈറ്റ് ആണ്, റൗണ്ടിലുള്ളതാണ്. അതിന് ചുറ്റും ഒരു ക്രോം ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെയാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നത്. അതിൻ്റെ അറ്റത്തായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സാരി കാർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ഗ്രാബ് റെയിൽ ഉണ്ട് കേട്ടോ പിടിച്ചിരിക്കാം. പിന്നെ സീറ്റിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല കുഷ്യൻ്റ് ആയിട്ടുള്ള സീറ്റാണ്. 2 പേർക്ക്, റൈഡർക്കും അതുപോലെ കോ റൈഡർക്കും അത്യാവശ്യം നല്ല കംഫർട്ടിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പാകത്തിലാണ് സീറ്റിൻ്റെ
ഇതിൻ്റെ ബിൽഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ടാങ്കിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ കരടിക്കുട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ബിയറല്ലേ, കരടിയല്ലേ. E20 കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. E20 ഫ്യൂവൽ ഇതിലടിക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പിലൊക്കെ റോയൽ എൻഫീൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തുന്ന തനത് വട്ടത്തിലുള്ള 2 മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്, അത് ക്രോം ഫിനിഷിംഗ് ആണ്. നടുക്കിങ്ങനെ ഒരു ബാറുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും വരുന്നത്, ഡിമ്മും ബ്രൈറ്റും പാസും എല്ലാം. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്, ഇതിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഹോൺ വരുന്നുണ്ട്, ഇവിടെ ഒരു ഹോം ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹോം ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വോൾട്ടേജ് കുറവെന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്വിച്ച് ഉണ്ട്, ഇതിങ്ങോട്ട് മാറ്റിയിട്ടാണ് ഓൺ ആക്കുന്നതും. അതുപോലെയാണ് അത് തന്നെയാണ് എഞ്ചിൻ കില്ലും. ഇവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ട്, മോഡ് മാറ്റുന്ന സ്വിച്ച്. ഇക്കോ മോഡും പെർഫോമൻസ് മോഡും ഉണ്ട്, 2 മോഡും മാറ്റാം. ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹസാർഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോളിലോട്ട് പോകുമ്പോൾ മീറ്റർ ഓൺ ആക്കുമ്പോഴത്തേക്കും BR 650 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഹിമാലയനിലൊക്കെ കണ്ടിരുന്ന സെയിം മീറ്റർ കൺസോൾ തന്നെയാണ് കേട്ടോ. ഇത് നൈറ്റ് ആകുമ്പോഴത്തേക്കും നൈറ്റ് മോഡിലോട്ട് വരും. ഇപ്പോൾ ഡേ ആയതുകൊണ്ടാണ്. ABS സ്വിച്ചബിൾ ആണ്, സൈഡ് സ്റ്റാൻഡ് വാണിംഗ് ഉണ്ട്. പിന്നെ മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസും മാറ്റാം കേട്ടോ. റിയർ ABS ഓഫ് ആക്കാം, സ്വിച്ചബിൾ ABS ആണ്. റൈഡിംഗ് മോഡുകളുണ്ട്, നമുക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ റൈഡിംഗ് മോഡ്സ് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. ഇച്ചിരി ചടങ്ങാണ്, കുറച്ച് നേരം ഞെക്കി പിടിക്കണം ഈ സ്വിച്ചിൽ. ഓക്കെ, സാധനം മാറിയാണ്ട് അതിൻ്റെ ഇൻ്റർഫേസ് തന്നെ മാറി. ഞെക്കി പിടിച്ചപ്പോൾ ഹോം മാറി. റൈഡ് മോഡ്, ABS ഓൺ ഓഫ്. പണി പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, നമ്മൾ എല്ലാ സമയത്തും ഇത് ഞെക്കാറില്ലല്ലോ. പിന്നെ ഇപ്പുറത്തെ സ്വിച്ചിൽ ഹോം ബട്ടണിൽ ഞെക്കിയിട്ട് ഇതിൻ്റെ അത് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ജോയ്സ്റ്റിക്ക് പോകാനാണ് കേട്ടോ. ട്രിപ്പ് 1, ട്രിപ്പ് 2 അങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റാം. ഞെക്കി 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 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പിയറൻസ്, സെറ്റിങ്സ്, പ്രിഫറൻസ്, മൈ വെഹിക്കിൾ, സിസ്റ്റം, ഇൻഫോർമേഷൻ, ഫേവറേറ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മീഡിയ കണക്ടിവിറ്റി, ഫോൺ കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ഒരുപിടി കാര്യങ്ങൾ, കാലത്തിനകത്തുള്ള എല്ലാ ഫീച്ചറുകളും കുത്തി നിറച്ചിട്ടുള്ള ഒരു കിടില മീറ്റർ കൺസോളാണ്. ഇതിൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷിങ്ങും കാണാൻ പറ്റുന്നുണ്ടോ. എല്ലായിടത്തും ഒരു ക്രോം മയം ഉണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ പൊതുവേ ഒരു ക്രോം മയം എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 8 വാൽവ് ടിൻ സിലിണ്ടർ DOHC എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 47 PS പവറാണ് കൊടുത്തത്, 7150 RPM. അതുപോലെ തന്നെ 56.5 Nm ടോർക്ക്, 5150 RPM പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിടിലൻ ട്വിൻ സിലിണ്ടർ അടിപൊളി എഞ്ചിൻ. അപ്പോൾ ഇതിൻ്റെ പവറിനേക്കാളും കൂടുതൽ ഇതിന് ടോർക്കാണ് കേട്ടോ. ഇനീഷ്യൽ ടോർക്കിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പം ഇച്ചിരി ടോർക്കിയാണ് ഗായ്സ്. ഇതിന് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ BR 650നെ ചുറ്റും നടന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാനും കാണാനും പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ വേണമെങ്കിൽ ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവൻ്റെ സൗണ്ടും കാര്യങ്ങളും നിങ്ങളൊന്ന് കേൾപ്പിക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കരടിക്കുട്ടനെ ഞാൻ ന്യൂട്രലിലേക്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കുട്ടനെ ഒന്ന് ഓണാക്കാം. അത് ഇഞ്ചക്ടർ ഒന്ന് ഓണാകട്ടെ. ഇഞ്ചക്ടർ ഒന്ന് ഓണായി ഒന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് സെറ്റായി വരട്ടെ. ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ BR 650യുടെ ഐഡിയൽ സ്റ്റാർട്ടിംഗ് സൗണ്ട്. വളരെ നൈസായിട്ടുള്ളൊരു സൗണ്ടാണ് കേട്ടോ. അരോചകമൊന്നുമല്ല, വളരെ സ്മൂത്ത്, എന്താ പറയുക, ഒരു വളരെ ഫീലുള്ളൊരു സൗണ്ട്. എനിക്ക് ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നൈസ് ഒരു സൗണ്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ BR 650യുടെ ചുറ്റും നടന്ന് ഒരു വോക്ക് അറൗണ്ട് പോലെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് 4.46 lakhs ആണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം, നമ്മുടെ ഷോറൂമിൻ്റെ നമ്പറും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഷോറൂമിനെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ടാറ്റ, ബൈ ബൈ.